കാരണം മലേന്റെ മുകളിൽ കിടക്കുന്ന ആനകള് ഇവിടെ തമ്പടിച്ച് മുകളിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? മുകളിലേക്ക് പോകേണ്ട കാര്യമില്ല. എല്ലാ ദിവസവും എല്ലാ രാത്രികളിലും ആനുണ്ട്. നുണ പറയുക, ഇന്നലെ ചവിട്ടിയ ചവിട്ടാ പച്ച ഉണങ്ങിയിട്ടില്ല. കണ്ട കാട്ടുപോത്തൊരു 3 എണ്ണം ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഏത് സമയത്ത് വന്നാലും ഈ ഏരിയയിൽ കാണാം. മരത്തിന്റെ വീട്ടിൽ കറുത്തുണ്ടോ അവിടെ അല്ലേ? ആനയാവാൻ സാധ്യത ഉണ്ടത്. നമുക്കിനി വല്ല ഇവിടുന്ന് സ്കൂട്ടാവാം. കാരണം അവിടെ വെള്ളവും അതെല്ലാം നിൽക്കാൻ നല്ല തണുപ്പൊക്കെ കിട്ടുന്ന ഏരിയയാണ്. അനങ്ങൂലല്ലോ, അങ്ങോട്ട് പോയ റിസ്ക്കാണ്. കാരണം എന്താന്ന് പറഞ്ഞാല് ഇതാകുമ്പോ നമുക്ക് ഏതിലെങ്കിലും ഓടി രക്ഷപ്പെടാം. ഇതൊക്കെ കഴിഞ്ഞ ദിവസം അല്ലേ? ഇന്നലത്തെ ഇത് 2 ദിവസമായി. ചേട്ടനപ്പോ എല്ലാ ദിവസവും ഇതിൽ ഈ വഴിക്കൊക്കെ വരുമോ? നമ്മളിപ്പോ പറഞ്ഞാൽ എല്ലാ ദിവസവും ഇവിടെ വാച്ചറുണ്ട്. ഈ തോട്ടം നോക്കാനായിട്ട് ഒരു പാറാവുകാരനെ നിർത്തിയിട്ടുണ്ട്. അവൻ ഫുൾ റൗണ്ട് അടിക്കും. അപ്പോൾ ഏതൊക്കെ ഭാഗത്ത് എന്തൊക്കെ പോയി എന്നുള്ളത് പറഞ്ഞുതരും. ആനേനെ കാണാൻ വേണ്ടി ഈ പ്രദേശത്തുള്ള മൊത്തം ജനങ്ങളും തടിച്ചു കൂടിയിരുന്നു ഇവിടെ. ആ സമയത്ത് പടക്കം പൊട്ടിച്ചിട്ട് എറിയും പോവാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് അന്ന് 7 ആനകളുണ്ടായിരുന്നു. അത് തിരിഞ്ഞങ്ങോട്ട് ഇതിൻ്റെ താഴോട്ട്, അതായത് ആ മരത്തിൻ്റെ ഒരു മേലവശത്ത് നിന്ന്, അതായത് ഒരു ആനയുടെ ഹൈറ്റും അതിൻ്റെ തുമ്പിക്കൈയുടെ ഹൈറ്റും കൂടെ വെച്ചിട്ട് അതിൻ്റെ താഴേക്ക് കേട്ടോ. അവിടം വരെ ആകുമ്പോൾ എത്ര ഹൈറ്റ് വരും? ഇത് മൊത്തം ഉണങ്ങി പോകില്ല. ഇതിന് ഉണങ്ങിപ്പോലേ. ലാസ്റ്റ് മിനിഞ്ഞാന്ന് കണ്ടു. അത് എത്ര മണിയായപ്പോൾ കണ്ടു? അതൊരു 7 മണി സമയത്ത് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് കൂടെ പാസ് ചെയ്യുന്നത് കണ്ടു. ഇതൊരു 10-15 ദിവസം മുമ്പ്. തേക്കത്? ഇത് തേക്ക്. അതിന്റെ അടുത്തുള്ള ഒരു ഈട്ടിമരം. ആനയാണ് മെയിനായിട്ടുള്ള പ്രശ്നം. പിന്നെ കടുവ ഇറങ്ങാറുണ്ട്. നമസ്കാരം. ഞാനിന്നുള്ളത് വയനാട് ജില്ലയിലെ കുന്നമ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. കുന്നമ്പറ്റ എന്ന് പറയുന്നത് ചുണ്ടേൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ മേപ്പാടി റൂട്ടിന് പോയി കഴിഞ്ഞാൽ എത്തുന്ന ഒരു സ്ഥലമാണ്. ഇവിടുന്ന് മേപ്പാടിക്കും ഒരു 5 കിലോമീറ്റർ കാണും. അപ്പോൾ അത് രണ്ടിനെയും കൂടെ നടുക്ക് കിടക്കുന്ന ഒരു സ്ഥലമാണ് കുന്നമ്പറ്റ. ഈ ഒരു പ്രദേശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കാട്ടാന പ്രശ്നം ഉള്ളൊരു സ്ഥലമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. കുന്നമ്പറ്റയിൽ നിന്ന് ഉള്ളിലേക്കുള്ളൊരു വഴിയാണ്. നിറച്ചും പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രദേശമാണ്. പക്ഷേ ഇവിടെ ഉള്ള പ്ലാന്റേഷനുകളിലൊക്കെ നിരവധി തോട്ടങ്ങളാണ് കാട്ടാന കാരണം നശിപ്പിക്കപ്പെടുന്നത്. നിരന്തരം കാട്ടാന ശല്യമാണ്. അതായത് ഇഷ്ടംപോലെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ഈ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ 2 പാർട്ടായിട്ടായിരിക്കും. ഇന്നത്തെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എപ്പിസോഡും അതുപോലെ തന്നെ നാളെ വരുന്ന എപ്പിസോഡ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ 2 വീഡിയോ ആയിട്ടായിരിക്കും ഈ ഒരു വീഡിയോ ഉണ്ടാവും. അപ്പോൾ അത് രണ്ടും നിങ്ങൾ ഇന്നത്തെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളത്തെ കൂടെ കാണാനായിട്ട് മറക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ 2 പ്രദേശമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. ഫുള്ള് ആനയുള്ള പ്രദേശമാണ്. പലരുടെയും സ്ഥലങ്ങളെന്നൊക്കെ പറഞ്ഞാൽ 400 ഏക്കറൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ റിസോർട്ടിൻ്റെ ഉള്ളിലൊക്കെ, കോമ്പൗണ്ടിൻ്റെ ഉള്ളിലൊക്കെ, റിസോർട്ടിൻ്റെ ഉള്ളിലൊക്കെ ആന കയറുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പോകുന്ന ഏരിയയും പോകുന്ന വഴിയൊന്നും സേഫ് അല്ല. അപ്പോൾ അങ്ങനെ റിസ്ക് എടുത്താണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു വഴിക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് പോകാം. എന്താണ് ഇവിടുത്തെ പ്രശ്നങ്ങളെന്നൊക്കെ ഉള്ളത് നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ആംബിയൻസും അതുപോലെ ഇതുപോലെ ഇതിൻ്റെ ഒരു കിടപ്പോശം കാണിച്ചുതരാം. ഇതേപോലെ തോട്ടങ്ങളാണ്, 2 സൈഡിലേക്കും തോട്ടങ്ങളാണ്. ചക്ക പറിക്കാനായിട്ടാണ് പ്രധാനമായിട്ട് ആനകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത്. ഇതാ പ്ലാവൊക്കെ കണ്ടോ? ഈ പ്ലാവയിലൊക്കെ വന്ന് കുത്തിയ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയുള്ള സകല പ്ലാവേലുണ്ട്. ഇവിടെ എത്ര പ്ലാവുണ്ടോ, ഇപ്പം നമുക്ക് ഇഷ്ടംപോലെ പ്ലാവുണ്ട്, എല്ലാത്തേലും കുത്തിയ പാടുകളുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. പക്ഷേ ചക്ക സീസൺ കഴിഞ്ഞിട്ടും ആന ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. വേറെ ഒരു ശബ്ദവും കേൾക്കാനില്ല കേട്ടോ. ഇതുപോലത്തെ ഒരു വഴി കൂടെ കേട്ടോ നമ്മൾ പോകുന്നത്. കണ്ടോ, കംപ്ലീറ്റ് കമ്പികളൊക്കെ എല്ലാ തോട്ടങ്ങളിലും കമ്പികൾ ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ റിസോർട്ടാണ്. ഈ റിസോർട്ടിലൊക്കെ ഇതുകൊണ്ടോ എല്ലായിടത്തും ഫെൻസിങ് കൊടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം വളരെ രൂക്ഷമാണെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്.
അതുപോലെ ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ചെമ്പ്രാമലയാണ്. ചെമ്പ്ര പീക്കിന്റെ താഴ്വശം കേട്ടോ. ചെമ്പ്ര പീക്കിന്റെ താഴ്വശമുള്ള പ്രദേശങ്ങളാണ് ഈ മേപ്പാടി, ചൂരന്മല, അതുപോലെ തന്നെ നമ്മുടെ വൈത്തിരി, കുന്നമ്പറ്റ, ചുണ്ടയിലൊക്കെ എല്ലായിടത്തും നമുക്ക് ഈ ചെമ്പ്രമല കാണാം. അതിന്റെ ചുവട്ടിലാണ് ഈ പ്രദേശങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഈ ചെമ്പ്രാമല അല്ലെങ്കിൽ ആ ഒരു പീക്കിന്റെ ഭാഗത്തു നിന്നാണ് ആനകൾ ഇങ്ങോട്ട് ഇറങ്ങുന്നത് കേട്ടോ. ഏത് നിമിഷവും വേണമെങ്കിലും നമുക്കൊരു ആനയുടെ മുമ്പിൽ ചെന്ന് ചാടാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലമാണ്. നമ്മൾ വളരെ കെയർഫുള്ളായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതേപോലെയുള്ള വഴി കൂടെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പകലും ആന ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു പ്രദേശമാണ്. ഏതായാലും നമുക്ക് ഇവിടെ ചേട്ടനുണ്ട്. ആ ചേട്ടനാണ് നമുക്ക് ഈ ഒരു പറമ്പ് കാണിച്ചു തരാൻ പോകുന്നത്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് രാധാകൃഷ്ണൻ. ഈ ഒരു എസ്റ്റേറ്റിൻ്റെ പേരെന്താ? ഈ എസ്റ്റേറ്റിൻ്റെ പേര് സുജാത എസ്റ്റേറ്റ്. ഇത് എത്ര ഏക്കറുണ്ട്? 400 ഏക്കറുണ്ട്. ഓഹോ. ഇവിടുത്തെ എന്താ ചേട്ടാ ഇവിടെ പ്രധാനമായിട്ട് ഏറ്റവും ഇപ്പോൾ പ്രശ്നമുള്ളത്? ആനയാണ് മെയിനായിട്ടുള്ള പ്രശ്നം. പിന്നെ കടുവ ഇറങ്ങാറുണ്ട്. ഓഹോ. ആനയും കടുവയൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? കടുവേനെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. ഓരോ മൃഗങ്ങളെ പിടിച്ചത് എന്നിട്ടും അതിന്റെ വേസ്റ്റുകളൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. ഓഹോ. ഇത് ശരിക്കും പറഞ്ഞാൽ ചെമ്പ്രയുടെ ഒക്കെ താഴെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്രദേശം. ചെമ്പ്രേന്റെ താഴെ ഭാഗം ഉള്ള പ്രദേശമാണത്. ഇപ്പൊ ഞാനിപ്പോ ഈ വന്ന വഴി മൊത്തം തോട്ടങ്ങളായിരുന്നു. അതൊക്കെ ആരുടെ ആയിരിക്കും? അതും പല ആളുകളുടെ ആയിരിക്കും. അതും ഇത് ഓരോ ഡിവിഷനായി തിരിച്ചപ്പോ ഓരോന്നിനും ഓരോ പേരുകൾ വന്നു. മൊത്തം ഒരാളതായിരുന്നു ഈ തോട്ടം. ആരതായിരുന്നു? അനന്തേക്കവിടെ എന്ന് പറയും. അനന്തേക്കൗണ്ടൻ. ഈ പിന്നെ കൽപ്പറ്റയിലൊരു അനന്തവീര തിയേറ്ററൊക്കെ ഉള്ള ആ തിയേറ്ററിന്റെ ഉടമേന്റെ ആയിരുന്നു ഇത് മൊത്തത്തില്. പിന്നെ പിന്നെ ഓരോ മക്കൾക്ക് വീതിച്ചപ്പോ തോട്ടങ്ങൾ ചെറുതായി. ഓഹോ. ഇപ്പൊ ചേട്ടന് ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ ഈ പ്രദേശത്ത് ആനേനെ കണ്ടായിരുന്നു? ലാസ്റ്റ് മിനിഞ്ഞാന്ന് കണ്ടു. എത്ര മണിയായപ്പോ കണ്ടു? അതൊരു 7 മണി സമയത്ത് ഞാൻ താമസിക്കുന്ന വീടിന്റെ അടുത്ത് കൂടെ പാസ് ചെയ്യുന്നത് കണ്ടു. അത് ഒരാനയാണോ? അത് 2 ആന, ഒരു പെണ്ണും. അത് രണ്ടും. അത് കൂടാതെ ആനകളുണ്ട്. പക്ഷെ നമ്മള് രാത്രി കാലങ്ങളിൽ ഈ എസ്റ്റേറ്റിൽ ഇല്ലല്ലോ. അപ്പോൾ പകല് വരുന്ന സമയത്താണ് ഇതുപോലെ ഓരോന്ന് നശിപ്പിച്ചത് കാണുന്നത്. ആ സമയത്ത് നമ്മളത് മുതലാളിമാരോട് വിവരം പറയും, അല്ലെങ്കിൽ ഫോറസ്റ്റിനെ വിളിച്ച് പറയും. അപ്പോൾ എല്ലാ ദിവസവും ആന അപ്പം നേരെ ഈ ചെമ്പ്രയുടെ ഭാഗത്തേക്ക് കയറി പോവാണോ? ചെമ്പ്രയുടെ ഭാഗത്തല്ല, ഇതിന്റെ അപ്പുറത്ത് ഞാൻ പറഞ്ഞില്ല, ഈ ആനന്ദ എസ്റ്റേറ്റ് പെട്ട സ്ഥലം തന്നെ അപ്പുറം കുറെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. കാട് പിടിച്ച് കിടക്കാന്ന് പറഞ്ഞാൽ എന്താ? അത് ശരിക്കും ഫോറസ്റ്റ് മാതിരി, കാപ്പിത്തോട്ടം തന്നെ കണ്ട ഫോറസ്റ്റാന്നേ തോന്നുന്നു. അതുപോലെ നോക്കാതെ ഇട്ടിരിക്കുകയാണ്. അതിവിടുന്ന് എത്ര ദൂരം ഉണ്ട്? ഇവിടുന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ പോയ ആ ഭാഗം കാണാം. ആണല്ലേ? ഓക്കെ. അപ്പം എനിക്ക് ഈ പ്രദേശത്ത് ഈ അടുത്ത നാളുകളിൽ ആന വന്നിട്ട് നശിപ്പിച്ച കുറച്ച് കാണിച്ചു തരാം. അത് കാണിച്ചു തരാം.
ഇത് ആന നശിപ്പിച്ചതാണത്. ഇതാനാ പറഞ്ഞത്? ഇതൊരു 10-15 ദിവസം മുമ്പ്. തേക്കാ ഇത്? ഇത് തേക്ക്. ഓഹോ. അതിന്റെ അടുത്തുള്ളത് ഈട്ടിമരം. അതും ആന പിടിച്ചല്ലേ? അത് ആന പിടിച്ചാണ്. ആണല്ലേ? വലിയൊരു ഈട്ടിമരം കിടക്കുന്നുണ്ടോ? അത് നമ്മൾ ഇവിടെ നോക്കി ഇത്രയും ആവുള്ളൂ. ഇതിങ്ങനെ കിടക്കോട്ടെ നീണ്ട്. അതിൻ്റെ അടിയിലാണ് കിടക്കുന്നത് ഒരു വലിയ തേക്ക് കേട്ടോ. ഈ തേക്ക് വെറുതെ ായിരിക്കും ഇന്നലെ ചവിട്ടിയ ചവിട്ടാ പച്ച ഉണങ്ങിയിട്ടില്ല കണ്ട. ഓഹോ ഹോ. എൻ്റെ അമ്മോ, വലിയ ആനയല്ലേ? അത് ഇന്നലെ രാത്രിയിൽ വന്നതാണത്. അവിടെയൊക്കെ ഉണ്ട് കേട്ടോ കാൽപ്പാട്. ഇവിടെയൊക്കെ കാൽപ്പാടുണ്ട്. അത് പകല് നിങ്ങളിവിടെ പണിയെടുക്കുന്ന റിസ്ക് ആണ്. പകല് നമ്മളൊരു റിസ്ക് തന്നെയാണ്. പകലുണ്ടാവോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. നമ്മൾ പിന്നെ നമ്മുടെ ജീവിതമാർഗമല്ലേ. ഞാൻ വന്നപ്പോൾ ചേട്ടനോട് ചോദിച്ചതാ, ചേട്ടാ പകൽ ആനയുണ്ടാവും. ചേട്ടൻ ഇല്ലാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും എനിക്ക് പ്രദേശം കാണുമ്പോൾ അത്ര ഉറപ്പൊന്നും ഇല്ല, ഗ്യാരണ്ടി ഒന്നും ഇല്ല. ഒരു തേക്ക് മരം കാണിച്ചു വെച്ചിരിക്കുന്നുണ്ട്. ഇതിന്റെ തൊലി മൊത്തം കളഞ്ഞ? തൊലി മൊത്തം അത് പറിച്ച് തിന്നതാ. ഇതിന്റെ തൊലി ആട്ടെ കിടക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ തൊലി ഇല്ല കേട്ടോ. ഇതിന്റെ തൊലി കാണിയതാ. ഉണ്ടോ? ഇതാണ് തൊലി. ഇതിന്റെ താഴോട്ട്, അതായത് ആ മരത്തിന്റെ ഒരു മേലവശത്ത് നിന്ന്, അതായത് ഒരു ആനയുടെ ഹൈറ്റും അതിൻ്റെ തുമ്പിക്കൈയുടെ ഹൈറ്റും കൂടെ വെച്ചിട്ട് അതിൻ്റെ താഴേക്ക് തൊലി ഒന്നും കേട്ടോ. അവിടം വരെ ആകുമ്പോൾ എത്ര ഹൈറ്റ് വരും? ഇത് മൊത്തം ഉണങ്ങി പോകില്ല. ഇതിന് ഉണങ്ങി പോകും. ഉണങ്ങി പോലെ. ഓ, അതൊക്കെ ഭയങ്കര നഷ്ടമല്ലേ അങ്ങനെ പോകുമ്പോൾ? ഇപ്പോൾ ഏകദേശം ഒരു 4 അടി വണ്ണം, 4 അടി കൂടുതൽ വണ്ണുണ്ട്. പിന്നെ ആ മരം ഇനി നശിച്ചു. അതെ അതെ, ഉണങ്ങിപ്പോകൂല. ഉണങ്ങിപ്പോവും. കാടിൻ്റെ എഞ്ചിനീയറാട്ടോ ആനേ. കാടിൻ്റെ എഞ്ചിനീയറാന്ന് പറയുന്നത്. എങ്ങനെയാണ് നശിപ്പിക്കുന്ന ആന. ഇവിടെ പുഴുണ്ട്. അത് ഇപ്പൊ കുറവാ. നനവ് ഇല്ലാത്തോണ്ട്. അപ്പൊ ഇവിടെ പറമ്പില് ഇപ്പൊ ഈ സമയത്തൊക്കെ എന്ത് പണിയാണല്ലോ നിങ്ങക്ക് പറമ്പിലൊക്കെ? ഇപ്പൊ ഞങ്ങള് കാപ്പിത്തൈ പോയ. എന്തിന്റെ കാൽപ്പാടാ? പുലിയാണ്? അല്ല, അത് മാനിന്റെ. മാനല്ല മാനല്ല അല്ല അല്ല മാനല്ല. ഇങ്ങനെ ചവിട്ടി കുഴിഞ്ഞ മാടാണല്ലോ നടക്കുന്നത്. ചിലപ്പോ രാത്രി കാലങ്ങളിൽ നടന്നിട്ടുണ്ടോ പറയാൻ കഴിയില്ല. മാനല്ല, കടുവയല്ല എന്തായാലും. പുലിയോ? അത് പട്ടിപ്പുലി എന്ന് പറഞ്ഞാൽ നായ്ക്കളൊക്കെ അതുണ്ടോ? ചെന്നായ്ക്കളുണ്ടോ? കാട്ട് ചുമന്ന കളറല്ലേ? അത് ചില സമയത്ത് കാണാം ആണല്ലേ? അധികം ഈ നഖം കാണുന്നുണ്ട്, അതാ ഞാൻ ചോദിച്ചത്. വേനൽക്കാലങ്ങളായാല് ഈ മലയുടെ മുകളിലൊക്കെ വെള്ളം പറ്റും. വെള്ളമുള്ള ഏരിയ തീറ്റയും നോക്കി ചെറുമൃഗങ്ങളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങും. ആ സമയത്ത് കൂടെ അത് ഇറങ്ങും. നമ്മളേതായാലും പോവാം. അടുത്ത ചേന എല്ലാ ദിവസവും ഈ പറമ്പിലൊക്കെ വരുമോ? ഞങ്ങളിപ്പോൾ ഈ ഭാഗം ഇങ്ങനെ പണി തീർത്തപ്പോൾ താഴെ എത്തി. ഇതിങ്ങനെ ഈ കാപ്പിച്ചെടികളെ പോയ സ്ഥലങ്ങളുണ്ടാവും, ഉണങ്ങിപ്പോയത്. ആ ഭാഗത്തൊക്കെ അതുപോലെ ഇങ്ങനെ പുതിയ തൈ ഫില്ല് ചെയ്ത് പോവുകയാണ്. അങ്ങനെ പുതിയത് പിടിപ്പിക്കാല്ലേ? ആന ഇങ്ങനെ ഉള്ളതുകൊണ്ട് കാപ്പിക്ക് ഭയങ്കര നഷ്ടമല്ലേ? കാപ്പിക്ക് എന്ന് പറഞ്ഞാൽ ആന ഇപ്പം ഇതിലൊരു പോക്ക് പോയാൽ ഈ ഭാഗത്തുള്ള അതിൻ്റെ കൊമ്പ് ഒടിച്ചു കളയല്ലേ? ഒന്ന് പോഴിക്ക് ആനയ്ക്ക് ഉപകാരമുള്ള സാധനമല്ല, പക്ഷെ എന്നാലും ആന പോകുമ്പോൾ ഒടിഞ്ഞു പോകും. അത് നമ്മളിതിന് മുന്നേ പല എപ്പിസോഡുകളിലും കണ്ടിട്ടുള്ളതാണ്. നിങ്ങളെ ഇതിനു മുന്നേ അങ്ങനെ ഈ പറമ്പിൽ നിന്ന് ആന ഓടിക്കുന്ന സാഹചര്യം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഓടിച്ചിട്ടുണ്ട്. അതെ, ഇവിടെ ഫസ്റ്റ് ഒരു 10-12 വർഷം കഴിഞ്ഞു ഇവിടെ ആന സ്ഥിരമായിട്ട് വരാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങൾ ഈ കാടിന്റെ താഴെ ഭാഗത്ത്, ഇതൊക്കെ ആനേന്റെ സ്ഥിരം റൂട്ടാണ്. ഇതൊക്കെ നടന്നു പോന്നല്ലേ? ഇതിലെങ്ങനെ പോയിട്ട് അതിലെങ്ങോട്ട് വന്നാലോ നമുക്ക് കാണാടെ കാൽപ്പാടാട്ടോ. 1-2 അല്ല, ഇഷ്ടം പോലെ ചവിട്ടി നിരങ്ങി ഇറങ്ങി പോയിരിക്കുന്ന പാടുകളാട്ടോ ഈ കാണുന്നത്. നിങ്ങളൊക്കെ എന്ത് ധൈര്യത്തിലാണ് വരുന്നല്ലേ? എന്ത് ധൈര്യത്തിലാണ് വരുന്നത്? നമുക്ക് അവിടെ പോയിട്ട് അതിലെങ്ങനെ അങ്ങോട്ട് കയറാം. അപ്പോൾ ഇതൊക്കെ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി നടന്ന പാടാ. വലിയ ആന കേട്ടോ. കാൽപ്പാട് നോക്കിയാൽ തന്നെ മനസ്സിലാവും, വലിയ മുഴുത്ത ആനയാണ്. നമ്മൾ 2 കാല് വെച്ചാലും ഒക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ കാലിൻ്റെ വീതി 2 കാല് വെച്ചാലും എത്തുന്നില്ലല്ലേ? അട്ടയുണ്ടല്ലേ? അട്ട ഉണ്ട്, ഓരോന്ന് ഉണ്ടെങ്കിൽ കാണുകയാണെങ്കിൽ പറയൂട്ടെ. അറ്റോളുണ്ട് കയ്യിൽ. ഉണ്ടല്ലേ? എന്നാ ചേട്ടനെ ഓടിച്ചെന്ന് പറഞ്ഞേ? അത് ഫസ്റ്റിൽ വന്ന കാലത്ത് ആ സമയത്ത് ഞങ്ങളെ കാട്ടാനാനെ നേരിൽ കാണാനല്ലേ. ആനേനെ കാണാൻ വേണ്ടി ഈ പ്രദേശത്തുള്ള മൊത്തം ജനങ്ങളും തടിച്ചു കൂടിയിരുന്നു ഇവിടെ. ആ സമയത്ത് പടക്കം പൊട്ടിച്ച
പിടിച്ചിട്ട് എറിയും പോവാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് അന്ന് 7 ആനകളുണ്ടായിരുന്നു, അത് തിരിഞ്ഞങ്ങോട്ട്. ആ സമയത്ത് നമ്മൾ 10 വർഷം മുന്നേ അല്ലേ? അതിന് ശേഷം ഒന്നും ഉണ്ടായിട്ടില്ല? ഇല്ല, അതിൻ്റെ ശേഷം ആരെയും ഇവിടെ ഉപദ്രവിച്ചിട്ടില്ല. പകൽ കണ്ടിട്ടുണ്ടല്ലേ? പകൽ സമയത്ത് കാണലുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഫോറസ്റ്റ് മാതിരി കിടക്കുന്ന തോട്ടം അത് ഇപ്പോൾ കാണാൻ അപ്പുറത്തുണ്ടല്ലേ? തൊട്ടപ്പുറത്ത്. ഇതൊക്കെ വർഷത്തിൽ ഒരിക്കലും ഇതിന്റെ ഈ പുല്ലൊക്കെ അല്ല, ഇതിപ്പോ ഒരു റൗണ്ട് കഴിഞ്ഞു, വെട്ടിക്കഴിഞ്ഞതാ. എന്നിട്ട് വളവും കാര്യങ്ങളും ഇതിലത്തെ എല്ലാ പണികളും ഒരു ഇത് തീർന്നു. ഇനിയിപ്പോ ഓണം കഴിഞ്ഞാൽ ഒന്നും കൂടെ ചെയ്യും, പുല്ല് ഇതാക്കും അല്ലേ? അടച്ചു പുല്ലാട്ടോ. അപ്പൊ പിന്നെ ഇതിലൊന്നും കാടുണ്ടാവില്ല, ഇങ്ങനെ പുല്ലൊന്നും ഉണ്ടാവില്ല, കംപ്ലീറ്റ് പോവും. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇത് മഹാവീർ എന്ന് പറയും ഇപ്പം ഞങ്ങള്. ഈ ആനന്ദ എസ്റ്റേറ്റിന്റെ ഒരു ഭാഗമാണത് ഈ മഹാവീർ. അത് തനി ഫോറസ്റ്റ് മാതിരി കിടക്കണം. ആ താഴെ ചതുപ്പുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ഇതിന്റെ താനെ ഉണ്ടാവുക ആ ഭാഗത്തുണ്ടാവും. ഇപ്പൊ ഈ ഇന്നൊക്കെ അതിന്റെ അപ്പുറത്ത് കുറച്ച് സ്ഥലമുണ്ട്, ആ ഭാഗത്താണ് ഇപ്പൊ ആന ഉള്ളത് നിലവില്. ഇന്ന് അവിടെ ഉണ്ട്, അങ്ങോട്ട് പോയ റൂട്ടാണിത്. പച്ച ചവിട്ട് കണ്ടില്ല? ഫ്രഷ് ഇല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുന്ന റിസ്ക് ആണോ? ഇല്ല, നമ്മൾ ഇതിലേ പോയിട്ട് അതിലേ അങ്ങോട്ട് കയറും. കുറെ താഴെ ആയിരിക്കും അല്ലേ? അത് കുറെ അങ്ങനെ, അതായത് വെള്ളം വേണോ ഈ സാധനത്തിനെ. അതെ അതെ അതെ. അപ്പോൾ വെള്ളം കിട്ടുന്ന സ്ഥലത്ത് നോക്കിയിട്ടാണ് നിൽക്കുക അല്ലേ? ഇത് കാപ്പി വെട്ടി കമ്പൊന്നും ഒതുക്കാണ്ടിട്ട് ഇങ്ങനെ വലുതായി പോയല്ലേ? അങ്ങനെ നോക്കാതെ അവര് തനി ഫോറസ്റ്റായി. അതെന്താ അവർക്ക് വേണ്ട സ്ഥലം? ഇതിപ്പോ പറഞ്ഞാൽ ഇതിനിപ്പോ ആകെ ഇതിലിപ്പോ ജീവിച്ചിരിക്കുന്ന ആള് എന്ന് പറഞ്ഞാല് ഇതിന്റെ ഓണറിന്റെ ഭാര്യയും ഒരു മകളും ഉള്ളു. മോള് കല്യാണം കഴിഞ്ഞ് പോയി. ഇപ്പൊ ശ്യാമളാന്ന് പേരായിട്ട് ഈ മഹാവീർ എസ്റ്റേറ്റിന്റെ ഓണർ ഇപ്പൊ അവരിപ്പോ ഇത് വല്ലപ്പോഴൊക്കെ നോക്കുന്നുള്ളൂ. ഇങ്ങനെയിട്ട് കാടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ? നമുക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് നല്ല ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും. കാരണം മലേന്റെ മുകളിൽ കിടക്കുന്ന ആനകള് ഇവിടെ തമ്പടിച്ച് മുകളിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? മുകളിലേക്ക് പോകേണ്ട കാര്യമില്ല. അതായത് ചേട്ടൻ പറഞ്ഞേക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ ഉണ്ടോ ഇവിടെ ഇത്രയും തെളിഞ്ഞ് കിടക്കുന്ന ഒരു പ്രദേശം, ഇത് ഒരു തോട്ടമാണ്. ഇതിൻ്റെ അപ്പുറത്തോട്ട് വേറെ തോട്ടം. ഈ കാപ്പിയൊക്കെ കണ്ടോ? ഇതൊക്കെ കാപ്പിയാണ്. സാധാരണ കാപ്പി നമ്മൾ ഇത്രയും വലുപ്പത്തിൽ നമ്മൾ ഒരിക്കലും കാണില്ലല്ലോ. കാപ്പി മാക്സിമം ഈ വലുപ്പത്തിലേ കാണുള്ളൂ. ഇതുണ്ടോ? ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ കാപ്പി. ഇത് കമ്പ് വെട്ടി ഒരുക്കാത്തതുകൊണ്ട് ഇതിങ്ങനെ ഇഷ്ടത്തിന് അങ്ങ് വളർന്ന് പോയി വലിയ മരമായി. അതായത് എനിക്ക് തോന്നുന്നൊരു 5-8 വർഷമെങ്കിലും ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അല്ലേ? ഉണ്ട്, അല്ലാതെ ഇതുപോലെ വരില്ല. ഇത് അല്ലാണ്ട് ഇത്രയും വലുപ്പം ഇതുപോലെ ഈ മോഡല് ചെടികളാവേണ്ട തോട്ടം അതൊക്കെ നോക്കാതെ അങ്ങനെ നശിച്ച് കിടക്കുക. ഇതിൻ്റെ എല്ലാ തേക്കിൻ്റെയും ഇത് കളയുന്നുണ്ടല്ലേ തൊലി? അതൊക്കെ അത് കട്ടി കൂടിയ തൊലി ഉണ്ടെങ്കിൽ അവൻ തള്ളിയിടും. ചിലപ്പോൾ ദേഷ്യം പിടിച്ചിട്ടും ചെയ്യും. അതെ അതെ അതെ. ഇതൊക്കെ ഒടിച്ചു കളഞ്ഞായിരിക്കും അല്ലേ? ഇതൊക്കെ ഒടിച്ചിട്ട് പീസാക്കിയിട്ട് അതിൻ്റെ തൊലി തിന്നതാണത് കാണുന്നത്. തേക്ക് തിന്നൂല്ലേ ഇത്? ഇന്നലെ രാത്രിയിലും മറ്റും പോയ പാടാണത്. ഇതിലെങ്ങനെ അല്ലേ? ഇതിലെ പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നിൽക്കുന്ന റെഡ് സോണിലാണ്, ഡേഞ്ചർ സോണിലാണ്. പക്ഷെ ഇവരുടെ പറമ്പാട്ടോ, ഫോറസ്റ്റ് ഒന്നുമല്ല ഇതാണ്. പക്ഷേ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ആളുകളൊക്കെ ഇപ്പം നാട്ടിലാണ്. ഉണ്ടോ ഇതൊക്കെ ഒടിച്ചാലേ? ഇത് ആന ഒടിച്ചതാണ്. അതിൻ്റെ തൊലി തിന്നാൻ വേണ്ടിയില്ലേ? കുറേ സമയം നിന്ന് പണിയെടുത്തിട്ടുണ്ട്. ഇത് എത്ര ദിവസമായതാ? ഇതിപ്പോൾ ഒരു 4 ദിവസമായിട്ടുണ്ടാവും അല്ലേ? എല്ലാ ദിവസവും ഇറങ്ങുന്നുണ്ട് അല്ലേ? ഉണ്ട്, എല്ലാ ദിവസവും എല്ലാ രാത്രികളിലും ആനുണ്ട്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് നമുക്കൊന്നും കാണാൻ പറ്റാത്തതുണ്ട് അല്ലേ? അപ്പുറത്തെ സൈഡ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണില്ല. ഏകദേശം ആ മരങ്ങൾ കാണുന്ന ഇതിനപ്പുറത്ത് കണ്ടോ പൊങ്ങി കാണുന്ന മരങ്ങൾ, അതൊക്കെ ഫോറസ്റ്റ് മാതിരി നല്ല തോട്ടം. ഫോറസ്റ്റ് അല്ല, മുൻകാലങ്ങളിൽ നല്ല തോട്ടാണത്. പിന്നെ നോക്കാതെ തോന്നിയ മാതിരി വളരില്ലേ ചെടി. നിങ്ങൾ അവരോടത്ത് ഇത് ക്ലിയർ ചെയ്യാനൊന്നും ആവശ്യപ്പെട്ടില്ല? നമ്മൾ പറയാൻ പറ്റൂല, അവരെ ഇഷ്ടത്തിന്. എൻ്റെ മുതൽ ഞാനല്ലേ നോക്കണ്ടേ.
ഇനിയിപ്പോ നിങ്ങൾ ഇവിടെ ഫെൻസിങ് ഇടേണ്ടി വരുമായിരിക്കും അല്ലേ? ഇനിയിപ്പോ ഫെൻസിങ് ഇട്ടിട്ടും കാര്യമൊന്നുമില്ല, അതൊക്കെ ആന മരം തള്ളിയിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ നശിപ്പിക്കും. ഇതുപോലെ നല്ല കിട്ടാ തീർന്നല്ലേ, നല്ല കിടക്കുന്നുണ്ടല്ലേ. ഒരാഴ്ച മുമ്പേ ആ മില്ലിന്റെ ആ ഭാഗത്ത് ജനവാസമുള്ള ഭാഗത്ത് മില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് കടന്ന റോഡ് സൈഡ്, അപ്പുറത്തെ സൈഡ് മെയിൻ റോഡിലെത്തി. ആ പുഴയുടെ അക്കരയ്ക്ക് ആന കയറി എല്ലാ വീടിന്റെ പരിസരത്ത് കൂടി നടന്നു. കാരണം ചക്ക മാങ്ങ അങ്ങനെയുള്ളതൊക്കെ നോക്കിയിട്ട്. ഈ പറമ്പിലെ ചക്കയൊക്കെ തീർന്നില്ലേ? ആ ഇവിടെ അല്ല, ഇവിടെ ഇപ്പൊ മാവുകളും പുലാവുകളും ഒക്കെ തീർന്നു. ചക്ക തീർന്നുകൊണ്ട് ഇപ്പൊ തേക്ക് മറിച്ചോണ്ടിരിക്കും. ഇപ്പൊ തേക്ക് മറിച്ചോണ്ടിരിക്കുന്നത്. തേക്ക് അതുപോലെ കാൽപ്പാടല്ലേ? വലിയ കാൽപ്പാടാ. ഇതൊക്കെ കാൽപ്പാടന്നെ. ഇതും കാൽപ്പാടാണ്. ചേട്ടനപ്പം എല്ലാ ദിവസവും ഇതിൽ ഈ വഴിക്കൊക്കെ വരുമോ? നമ്മളിപ്പോ പറഞ്ഞാൽ എല്ലാ ദിവസവും ഇവിടെ വാച്ചറുണ്ട്. ഈ തോട്ടം നോക്കാനായിട്ട് ഒരു പറവുകാരനെ നിർത്തിയിട്ടുണ്ട്. അവൻ ഫുൾ റൗണ്ട് അടിക്കും. അപ്പൊ ഏതൊക്കെ ഭാഗത്ത് എന്തൊക്കെ പോയി എന്നുള്ളത് പറഞ്ഞുതരും. വാച്ചറപ്പം രാത്രിയിലും ഇങ്ങനെ ഇറങ്ങി നടക്കുമല്ലേ? രാത്രി വരൂല. രാത്രി വന്ന ആനേന്റെ മുന്നിൽപ്പെട്ട പണി തീർന്നില്ലേ, പിന്നെ വാച്ച് ചെയ്യേണ്ടി വരികയില്ല. ഇത് ഇന്നലെ മാനുണ്ടല്ലേ, മാനൊക്കെ ഉണ്ടല്ലേ? ഇന്നലെ ചെയ്താണിത്. ഇത് ഇന്നലത്തെ? ഇതൊരു പൂളമരാണ്, നമ്മളെ ഈ ചീമപ്പൂള എന്നൊക്കെ പറയില്ലേ. ഓ, ഇന്നലെ രാത്രിത്തെ കേട്ടോ. അതായത് ഇത് സംഭവം നടന്നിട്ടൊരു അധിക സമയം ആയിട്ടില്ല. ഇന്നലെ ഞങ്ങൾ ഇവിടെ പോയിട്ട് ഈ മരം ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഓടിച്ചാലേ എൻ്റെ അമ്മ അതിൻ്റെ തൊലി മൊത്തം പറിച്ച് തിന്നേ. അപ്പോൾ അതൊക്കെ എല്ലാം മറിക്കും. അപ്പോൾ ഒരു യമണ്ട ആനയല്ലേ, അല്ലാണ്ട് ഇത്രയും വലിയൊരു മരം, ഇത്രയും വേറുള്ളൊരു മരമൊക്കെ അടിച്ചിട്ടേക്കുന്നല്ലേ. ചെറിയ പണിയൊന്നും അല്ല എടുത്തേക്കുന്നുണ്ടോ. ഇവിടെയൊക്കെ ചവിട്ടി വേരുകളൊക്കെ ഇതിലൊക്കെ ചവിട്ടി കോളാക്കിയിട്ടേക്കുന്നു. ഇത് കണ്ടോ, ഇതാണ്ടോ ഭീകര ദൃശ്യങ്ങൾ തന്നെ കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ആ വീഴാൻ വെച്ചിരിക്കുന്നത് അപ്പുറത്തെ മരം ഒടിഞ്ഞിട്ടുണ്ട്. ഏരിയ എന്നെ ഓടിച്ചത്, ഈ ഭാഗത്തുനിന്ന് എന്നെ ഓടിപ്പിച്ചത് 10 വർഷം മുമ്പ് ഓടിച്ചതല്ലേ. ആ ഭാഗത്ത് നിൽക്കായിരുന്നു. അതൊരു ചതുപ്പ് സ്ഥലമാണ് അവിടെ. ആ കാണുന്നുണ്ടോ ആ മരത്തിൻ്റെ അവിടെ ഒരു കറുത്ത് കാണുന്നത്? വലിയ മരത്തിന്റെ കീഴില ശരിക്കും മനസ്സിലാവുന്നില്ല. അത് ആനയൊന്നുമല്ലേ? ആനയാണത് പറയാൻ പറ്റൂല. ഇത് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ആ മരത്തിന്റെ വീട്ടിൽ കറുത്ത് കണ്ട അവിടെ അല്ലേ ആനയാവാൻ സാധ്യത ഉണ്ടത്. നമുക്കിനി വല്ല ഇവിടുന്ന് സ്കൂട്ടാവാം. എൻ്റെ പൊന്നെ, ആനയാ? കാരണം അവിടെ വെള്ളവും അതെല്ലാം നിൽക്കാൻ നല്ല തണുപ്പൊക്കെ കിട്ടുന്ന ഏരിയയാണ്. അനങ്ങൂലല്ലോ, അനങ്ങാതെ നിൽക്കൂലേ? നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല തണുപ്പ് കിട്ടും അവിടെ. നമ്മളതിൻ്റെ ചൂട്ടിലെത്തുമ്പോൾ അറിയുള്ളൂ അല്ലേ. അങ്ങോട്ട് നമ്മൾ പോയാൽ നമുക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റൂല. തീർന്നു അല്ലേ? നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഇല്ല മോനെ, അത് ആന തന്നെയല്ലേ? അത് മരമല്ലല്ലോ. അത് മരമല്ലല്ലോ. മരമല്ല, മരമാണെങ്കിൽ അങ്ങനെ കറുത്ത് കാണുമല്ലോ. അതെ, ശരിക്കും നല്ലൊരു കറുപ്പായിട്ട് തന്നെ കാണുന്നത്. തിരിഞ്ഞങ്ങോട്ടാ നിൽക്കുന്നല്ലേ? അനങ്ങൂല പകല്. ആ സൈഡിലേക്ക് നിൽക്കുന്നത്. എൻ്റെ അമ്മ, ക്യാമറയ്ക്ക് പോലും ബ്ലറാകുന്നു. അല്ല ചേട്ടൻ ഈ സ്ഥലം ഇതിനു മുന്നേ കണ്ടിട്ടുള്ളതല്ലേ? ഇവിടുന്ന് ഇങ്ങനെ ഇതിനു മുന്നേ കണ്ടിട്ടുള്ളതല്ലേ? ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടുണ്ടോ? അല്ല, അന്ന് നമ്മളിങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അത് ആന തന്നെ കേട്ടോ. അനങ്ങാതെ നിൽക്കുവാണേ. നമുക്ക് ഇവിടുന്ന് അതുകൊണ്ട് ക്ലിയർ ആകുന്നില്ല, പക്ഷെ പക്ക അത് തന്നെയാണ്. അത് എത്ര ദൂരം കിട്ടൂല. ഇതുണ്ടോ? ഇത് സാധനം മനസ്സിലായില്ലേ? ഇതുണ്ടോ? ആ സ്പോട്ടിൽ സംഭവം ഉണ്ടെന്ന് തന്നെ തോന്നണം. എൻ്റെ അധികം നേരം നിൽക്കണ്ട അല്ലേ? അത് റിസ്ക് എടുക്കണ്ട. അങ്ങോട്ട് പോയാൽ റിസ്ക്കാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇതാകുമ്പോൾ നമുക്ക് ഏതിലെങ്കിലും ഓടി രക്ഷപ്പെടാം. മറ്റൊരു വിധത്തിൽ നമുക്ക് അങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ കഴിയില്ല.
ഭയങ്കര റിസ്കി ആയിട്ടുള്ള സ്ഥലം കേട്ടോ ഇത്. ആന അവിടെ നിൽപ്പുണ്ട്. എൻ്റെ അങ്ങനെ ഒരു കൈ പിടിച്ചിട്ടോ അപ്പം നടക്കുന്നത്. ഈ ചേട്ടൻ്റെ ജോലി ആയതുകൊണ്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. എന്നാലും ഭയങ്കര കഷ്ടം തന്നെ ആലോചിക്കുമ്പോഴേ. ഇതിനകത്തൊക്കെ നിന്ന ഒരു മനുഷ്യനാണ്. ഇതിലിങ്ങനെ മുകളിലേക്കാണ് വരുന്നത്. അങ്ങോട്ട് പോവാ പോല അവിടെ ഒരു മരം കൂടെ ഉണ്ട്, അത് കണ്ടിട്ട് അങ്ങോട്ട് പോവാ. അതെ അതെ, അധികം റിസ്ക് എടുക്കണ്ടല്ലേ. ഇതൊക്കെ ഇന്നലെ ചവിട്ടി പോയാൽ എടുത്താൽ എന്ന് പറഞ്ഞാൽ നമ്മളെക്കായും വേഗത അതിന്. അതെ അതെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. ചാർജ് ചെയ്താൽ തീർന്നു. നമ്മളെ ജീവൻ നമ്മൾ അറിഞ്ഞുകൊണ്ട് കളയണ്ടല്ലോ. തിരിച്ചു പോവാ. ഇതും ആന പോയെന്ന് ഇതൊക്കെ ആന പോയതന്നെ. ഇത് 3-4 ദിവസം ആയില്ലേ മുമ്പുള്ള ഇതൊക്കെ ആന കടന്നു വരുന്ന വഴിയാട്ടോ. എനിക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ കണ്ടോ ഒരു ഗ്യാപ്പ് കണ്ടോ. ഈ ഗ്യാപ്പ് കാണുന്നത് അത്രയും ഭാഗത്ത് മരം ഇല്ലാതെ നിൽക്കുന്നത് ആന കയറി വരുന്ന വഴിയായതാട്ടോ. കണ്ടോ ഇതൊക്കെ നമ്മൾ പായ നേരിട്ട് കണ്ടിട്ട് അത് ആന തന്നെയാണ്. അധികം നേരം ഇവിടെ നിൽക്കണ്ട, റിസ്ക് എടുക്കണ്ട. കണ്ടോ ഇതൊക്കെ ചവിട്ടി പോയേക്കുന്ന പാടാത്തതും ആന ചവിട്ടി ഇറങ്ങി പോയേക്കുന്ന പാടാ. നമ്മുടെ സമയം ശരിയല്ലെങ്കിൽ കറക്റ്റ് അതിൻ്റെ മുമ്പിൽ ചെന്ന് സമയം ശരിയല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതൊക്കെ ഓടിച്ചതാ. ഈ സാധനമൊക്കെ അതൊക്കെ ഓടിച്ചതാ. ഓടിച്ചിട്ടുന്നല്ലേ. ഇവിടെ വലിയൊരു മരം തട്ടിക്കുന്നു. കണ്ടോ ഇത് ഓടിച്ചാലേ. തേക്ക് ഓടിച്ചേന്ന് നോക്കി. ഇതൊക്കെ കഴിഞ്ഞ ദിവസമല്ലേ? ഇന്നലത്തെയാ? ഇത് 2 ദിവസമായി അല്ലേ. ഓ പൊടിച്ചിട്ടിരിക്കുന്ന നാട്ടേ കാണുന്നത്. അതൊന്നും തിന്നിട്ടില്ലല്ലേ, ഒടിച്ചിട്ട് മാത്രമേ ഉള്ളൂ അല്ലേ? കുറേ കമ്പൊക്കെ ഒടിച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ തിന്നുന്നുണ്ട്. അപ്പം ഇങ്ങനെ ആന വരുന്ന നാളെ ഫോറസ്റ്റുകാരെ അറിയിക്കൂലേ? അറിയിക്കലുണ്ട്. പക്ഷെ ഫോറസ്റ്റ് വന്ന ജനവാസമുള്ള ഭാഗത്ത് കൂടെ അവർ വരുള്ളൂ. തോട്ടത്തിലേക്ക് അവർ കയറുന്നില്ല. കാരണം അവർക്കും അവരെ ജീവനെ പേടിയല്ലേ. ഏത് ഭാഗത്താണ് പിന്നെ നിൽക്കുന്നതെന്ന് അറിയില്ല. ഇതുപോലെ കിടക്കുന്ന കാടുകളിലേക്ക് പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ കുറേയൊക്കെ നമ്മുടെ ഭാഗത്തും തെറ്റുണ്ടല്ലേ. എന്നുവെച്ചാൽ ഇങ്ങനെ പറമ്പ് മേടിച്ചിട്ട് ഒന്ന് കൃഷി ചെയ്യാതെ ഇട്ടാലും അല്ലേ, അതും മറ്റുള്ളവർക്ക് ചെയ്യുന്ന ദ്രോഹമാണ്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ആ സ്ഥലം ആർക്കെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ മൊത്തം ക്ലിയർ ചെയ്തിടണം. മൊത്തം ക്ലിയർ ചെയ്ത് കാട് കയറാതെ ഇടണം. ഇത് മറ്റൊരാൾക്ക് ഇത്രയും ദോഷം വരുന്ന രീതിയിൽ ഇവരുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ പറമ്പ് അത്യാവശ്യം വൃത്തിയിൽ കൊണ്ടു നടക്കുന്ന ഒരു പറമ്പാണ്. ആ പറമ്പ് ഇങ്ങനെ എൻ്റെ തൊട്ടടുത്താണ്. ഇപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ കണ്ടത് ആന തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടാ ഇതല്ലേ എരുമക്കൊല്ലി ഭാഗം? അല്ലേ? ആ കാണുന്നത് ചെമ്പ്ര പീക്കാണ്. ചെമ്പ്ര പീക്കിൻ്റെ തൊട്ട് താഴെ എരുമക്കൊല്ലി ഭാഗം. അതായത് ഒരു 2-3 മാസം മുന്നേ നമ്മൾ ഒരാളെ ആന കൊന്ന ഒരു സംഭവമൊക്കെ നമ്മൾ കാണിച്ചിട്ട് 3-4 മാസമായി. ആ ചേട്ടനെ കൊന്ന ഒരു പ്രദേശമാണിത്, എരുമക്കൊല്ലി. അതായത് ചെമ്പ്ര പീക്കിലേക്ക് നമ്മൾ ട്രെക്കിങ്ങിന് പോകുന്ന ഒരു വഴിയൊക്കെയാണ്. ആ ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് ആ തേയില കാണുന്നതിൻ്റെ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ നടുക്കോടെയാണ് റോഡ് പോകുന്നത്. അതുണ്ടോ, ഇതിൻ്റെ തൊട്ട് താഴെയാണ് ഈ ഒരു സ്ഥലം. ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി എങ്ങോട്ടാ പോകണ്ടേ? ഇനി നമുക്ക് വണ്ടി ഇരിക്കുന്നിടത്തേക്ക് പോവാം. ഇതിലേ പോകണ്ടല്ലോ? അതിലേ പോകണ്ട. അതൊക്കെ ഇതുപോലെ കാൽപ്പാടുകളും അങ്ങനെയുള്ളതൊക്കെ കാണാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലേ? കടുവ അപ്പം മാനിനൊക്കെ പിടിച്ചിട്ടൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? മാനിനെ പരമാവധി തിന്ന് തീർന്നിട്ടുണ്ടാവും. ആണല്ലേ? കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം. അതായത് ഇതിൻ്റെ അകത്ത് കടുവയുണ്ട് കേട്ടോ. കടുവയുണ്ട്, പുലിയുണ്ട്, മാനുണ്ട്. ഈ പറഞ്ഞ പോത്ത് ഇറങ്ങുന്നുണ്ട്. കാട്ടുപോത്ത് ഇറങ്ങാറുണ്ടല്ലേ? ഇതൊക്കെ ഇങ്ങനെ ഒടിച്ചു കളഞ്ഞായിരിക്കും അല്ലേ? ഇതൊക്കെ ഇങ്ങനെ ആന പോകുന്ന സമയത്ത് പോകുന്ന വഴിക്കവിടെ ഒടിഞ്ഞുണ്ടോ. ഒക്കെ ഇങ്ങനെ ഒടിച്ചൊടിച്ച് പോയേക്കണേ. അത്രയും വലിയ തടിയല്ലേ, അതങ്ങനെ പോകുന്ന വഴിക്ക് കൂടെ ഉള്ള കമ്പുകളൊക്കെ പൊട്ടിപ്പോവും. ഇത് നടക്കാത്ത വഴി കാണിയല്ലേ അതിൻ്റെ അകത്ത്? എല്ലായിടത്തോടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടാവൂല്ലേ? ആദ്യമായിട്ട് വരുന്നവർക്ക് വഴി മനസ്സിലാവില്ലല്ലേ? ആദ്യമായിട്ട് വരുന്ന ആൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നട്ടം തിരിയും. അതെ. ഈ തോട്ടത്തിൽ ചേട്ടൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഈ തോട്ടത്തിൽ ഞാൻ ഏകദേശം ഒരു 40 വർഷത്തോളമായി. 40 വർഷത്തിനിടയ്ക്ക് ഈ 10 വർഷം മുന്നെയാണ് ആന ഇറങ്ങാൻ വരാൻ. അതിന് മുന്നേ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇഷ്ടംപോലെ
ആ ചേട്ടൻ്റെ അനുഭവം കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കണം എന്താണ് എവിടെയാണ് നമുക്ക് എല്ലാവർക്കും തെറ്റിയെന്നുള്ളത്. 10 വർഷം മുന്നേ വരെ ഒരു കുഴപ്പമില്ലായിരുന്ന പ്രദേശത്തേക്ക് ഇപ്പോൾ സ്ഥിരം ആന വരുന്നുണ്ടെങ്കിൽ ആനകൾ ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഒരു പക്ഷേ അതിൻ്റെ തീറ്റ കിട്ടാത്തതിൻ്റെ പ്രശ്നമായിരിക്കും, കാട്ടിൽ ആനകളുടെ എണ്ണം കൂടിയതിൻ്റെ പ്രശ്നമായിരിക്കും. അപ്പോൾ അങ്ങനെ പല പല പ്രശ്നങ്ങൾ. ഏതായാലും ഇത് പോത്തിൻ്റെ ആയിരിക്കും അല്ലേ? ഇത് പോത്തിൻ്റെ കാട്ടുപോത്തിൻ്റെ ചവിട്ട് പോരാട്ടേക്കാണ്. എല്ലാ സാധനവും ഉണ്ടല്ലേ? കാട്ടുപോത്ത് ഒരു 3 എണ്ണം ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഏത് സമയത്ത് വന്നാലും ഈ ഏരിയയിൽ കാണാമായിരുന്നു. നിങ്ങളൊക്കെ അപ്പോൾ എങ്ങനെയാണ്? അത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. പണിയെടുക്കാൻ ബുദ്ധിമുട്ടല്ലേ? ഉപദ്രവിച്ചിട്ടില്ല, പറയാൻ പറ്റുന്നില്ല. ഈ ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ പണിയെടുക്കുകയാണെങ്കിൽ നേരിട്ട് വന്നിട്ടോ ഉപദ്രവിച്ചിട്ടോ ഇല്ല. അത് കാരണം പിന്നെ നമ്മൾ അത്ര അറിയാൻ പറ്റില്ല ഇതിൻ്റെയൊക്കെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. കാട്ടുമൃഗമല്ലേ, എപ്പോഴും ഒരു കരുതലോടെ നിന്നാൽ മതി. ഏതായാലും നമ്മളിന്ന് ഈ പറമ്പിലൂടെ നടന്നപ്പോൾ കണ്ട ഭീകരമായ അവസ്ഥകളാണ് നമ്മൾ കണ്ടത്. മറ്റ് കൃഷികളൊന്നും നശിപ്പിക്കാനില്ല, പക്ഷേ ഇവിടെയുള്ള സകല മരങ്ങളും ഞാനിപ്പോൾ ഒടിച്ചുകൊണ്ടിരിക്കുകയാണ്. തേക്കിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഇങ്ങനെ ഒടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് മരങ്ങളും നിരവധി മരങ്ങൾ ഒടിഞ്ഞു കിടക്കുന്നതും ഒടിച്ചിട്ടിരിക്കുന്നതും തൊലി തിന്നതും ഒക്കെ നമ്മളിപ്പോൾ കണ്ടു. ഈ പോരുന്ന വഴിക്ക് ഞാൻ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കണ്ടു. ഏതായാലും വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഈ പ്രദേശത്തുള്ള തോട്ടം മേഖലയിലുള്ള ആളുകളൊക്കെ ഉള്ളത്. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഫെൻസിങ് ഇട്ടാലും അത് വലിയ ഭീമമായ നഷ്ടം അവർക്ക് തന്നെ പിന്നീട് ഉണ്ടാക്കും. കാരണം ഇത് ഇടുക എന്നല്ലാണ്ട് ആന പിന്നെ അത് നശിപ്പിച്ച് ഈ ഒരു പ്രദേശത്തേക്ക് വരും. അതുകൊണ്ട് ഫെൻസിങ് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഏതായാലും ആന ഈ പ്രദേശത്ത് നമ്മളിപ്പോൾ പോയ സ്ഥലത്തുനിന്ന് ഒരു 500 മീറ്റർ താഴെ ആയിട്ടാണ് ആന തമ്പടിക്കുന്നത്. നമ്മൾ ഏകദേശം ആനയാണെന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഇതിനെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. ഒരു മൂവ്മെൻറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഉറപ്പിക്കാത്തത്. പക്ഷേ ചേട്ടൻ പറഞ്ഞത് ആന തന്നെയാണെന്നാണ്. കാരണം ചേട്ടൻ അതിന് മുന്നേ അങ്ങനെ ഒരു സംഭവം അവിടെ കണ്ടിട്ടില്ല. അത് ആന തന്നെയാണ്. ഏകദേശം നിറവും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് നോക്കുമ്പോൾ ആന തന്നെയാണ്. ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് അത് കണ്ടത്. നമുക്കത് കണ്ണുകൊണ്ട് കാണുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകും. പക്ഷേ വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല. അപ്പോൾ ആനയുണ്ട് കേട്ടോ. ഇതുപോലെ റിസ്ക് എടുത്ത് തന്നെയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾ ഇവിടെ പറമ്പിൽ പണിയെടുക്കുന്നതൊക്കെ എപ്പോഴും നമ്മൾ കുറേയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേയൊക്കെ മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തും ഉണ്ട്. കാരണം ഇതുപോലെ തോട്ടങ്ങൾ എടുത്ത് റിയൽ എസ്റ്റേറ്റുകാരും അതുപോലെ തന്നെ ഇങ്ങനെ എന്താ പറയുക പിതൃസ്വത്തായിട്ട് കിട്ടുന്ന സ്വത്തുക്കളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ അത് ഒന്നെങ്കിൽ ആരെങ്കിലും വിറ്റ് കളയുക, അതും അല്ലെങ്കിൽ ആ ഏരിയ മൊത്തം ക്ലിയറാക്കി ഇടുക. ഇതിങ്ങനെ കാട് പിടിച്ച് തൊട്ടടുത്തുള്ള തോട്ടത്തിലുള്ള ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറം കിടക്കുന്ന ജനവാസ മേഖലയിലേക്കുമുള്ള ആളുകൾക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആന പോകുന്നില്ല. ആനയ്ക്ക് തങ്ങാൻ പറ്റുന്ന ഒരു 1000 ഏക്കർ സ്ഥലം അവിടെ കിടക്കുകയാണ്. അപ്പോൾ ആ സ്ഥലത്ത് ആന കുളവും കാര്യങ്ങളും കൊണ്ട് ചതുപ്പ് നിലയങ്ങളുണ്ട്. അപ്പോൾ ആനയ്ക്ക് അവിടെ നിന്നാൽ മതി. വേറെ പുറത്തേക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ആന ചെമ്പ്ര ഭാഗത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ആന ഇവിടെ തന്നെ നിൽക്കുവാണ്. ഒരു 1/2 കിലോമീറ്റർ ചുറ്റളവിൽ ആനയുണ്ട്. അപ്പോൾ ആന ഇവിടെ നിന്നാണ് പിന്നെ എല്ലാ മേഖലയിലേക്കും ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടെ ഒരു വലിയൊരു വിഷയം തന്നെയാണ്. അതായത് റിയൽ എസ്റ്റേറ്റ് മേഖല സ്ഥലം എടുത്തിട്ട് ഒന്നും ചെയ്യാതെ കൃഷി ചെയ്യാതെ കാട് പിടിച്ച് കിടക്കുന്ന പ്രശ്നങ്ങളും ഇതിനകത്ത് വന്യമൃഗ പ്രശ്നങ്ങൾ പെരുകാനായിട്ടുള്ള കാരണങ്ങളിൽ ഒരെണ്ണമാണ്. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.